നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അന്ത്യോപചാരം അർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തി. 23ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. PR മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഇടുക്കി ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ പൈനാവിൽ ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി MM നജീം ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചരി സെന്റ് മാർട്ടിൻ ഇടവകാംഗമായ ചേറ്റായിൽ വീട്ടിൽ സുനിൽ ജോസ് സ്വന്തം ഭവനത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ശ്രദ്ധേയമായി. വാർഡ് തലത്തിൽ നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ 1ാം സമ്മാനവും കരസ്ഥമാക്കി. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അന്ത്യോപചാരം അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. തൊടുപുഴ രാജീവ് ഭവനിൽ ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി DCCയുടെ അനുശോചന യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചത് മുതൽ രാവിലെ 8:33 മുതൽ തൊടുപുഴ രാജീവ് ഭവനിൽ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിനു മുൻപിൽ വിളക്ക് വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ സർവ്വമത പ്രാർത്ഥന നടത്തി. ഡൽഹിയിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൊടുപുഴ രാജീവ് ഭവനിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് ഇടുക്കി DCCയുടെ അനുശോചന യോഗം ചേർന്നു. MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഏക വാഹനം ഒരു മാരുതി 800 കാറ്. പ്രധാനമന്ത്രി എന്നതിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഏക വാഹനം ഒരു മാരുതി 800 ആയിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നതിന് അതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ട് എന്ന് ഈ രാജ്യം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ശ്രീ മൻമോഹൻ സിംഗ് ലോകം സാമ്പത്തിക വ്യവസ്ഥയിൽ അമർന്നപ്പോൾ നേരായ വഴികളിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരാതെ തളരാതെ പിടിച്ചു നിർത്തി ഇന്ത്യയെ വളരാനും ലോകത്തിന് നൽകിയിലേക്ക് എത്തിക്കാൻ വലിയ സംഭാവനകൾ ചെയ്ത മഹാനായ ഭരണാധികാരിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. മുൻ DCC പ്രസിഡന്റുമാരായ ജോയ് തോമസ്, റോയ് K പൗലോസ്, KPC എക്സിക്യൂട്ടീവ് അംഗം MK പുരുഷോത്തമൻ, ഷിബിലി സാഹിബ്, NI ബെന്നി, ലീലാമ്മ ജോസ്, CP കൃഷ്ണൻ, ടോമി പാലകൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സർവകക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക നായകർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് അനുശോചന യോഗങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കാഞ്ഞിരമറ്റം KVMS ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. 23ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ കാഞ്ഞിരമറ്റം KVMS ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ 23ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തികച്ചും ഗ്രാമപ്രദേശമായിട്ടുള്ള കാഞ്ഞിരമറ്റം പോലെയുള്ള ഒരു പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷന് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് വലിയ അറിവ് ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്ന് തോന്നില്ല. എന്നാൽ ഈ പ്രദേശത്ത് ആദ്യമായിട്ടുണ്ടാക്കിയ റെസിഡൻസ് അസോസിയേഷൻ അതിനെ മാതൃകയാക്കിക്കൊണ്ട് ഈ പ്രദേശത്ത് മാത്രമല്ല തൊടുപുഴ നഗരസഭ 2010 കൗൺസിലിൽ അന്നുണ്ടായിരുന്ന മാലിന്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭാ പ്രദേശത്ത് മുഴുവൻ വാർഡുകളിലും മുഴുവൻ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ 50-60 വീടുകൾ ചേർത്തുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും
മിക്കവാറും വാർഡുകളിൽ നിരവധിയായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. ചിലതൊക്കെ രൂപീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നുപോയി. എന്തായാലും ഈ 15 വർഷവും ഇത് സജീവമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അത് എന്തായാലും ഇനിയും തുടർന്നു പോകുവാൻ ഈ അസോസിയേഷൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ കാര്യങ്ങളും കൂടെ നിങ്ങളോട് അറിവിലേക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ജനുവരി മാസം 1-ാം തീയതി മുതൽ 7 ദിവസക്കാലം വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് നടത്തണം എന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. അത് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ, റെസിഡൻസ് അസോസിയേഷനുകളെ സമ്പൂർണ്ണമായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി നമ്മുടെ റോഡുകളും പുഴകളും ജലാശയങ്ങളിലും ഒക്കെ മാലിന്യം വലിച്ചെറിയുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവണതകൾ വരുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രസിഡന്റ് പി ആർ ശ്യാം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സി ജി സോമശേഖരൻ, സി ജിതേഷ്, പി കെ വിജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു. സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അംബിക വേണുഗോപാൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ഭാരത് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി ആർ മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കമ്പനി ചെയർമാൻ എസ് പത്മഭൂഷൺ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ പി ജി രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കീഴിൽ തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. കമ്പനിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ഭാരത് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി ആർ മുരളീധരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കേന്ദ്ര സർക്കാർ നെല്ലിന്റെ സംഭരണ വില 23 രൂപ ആക്കിയിട്ടുണ്ട്. നേരത്തെ അത് 16-17 രൂപയായിരുന്നു. 8 രൂപ കേരള സർക്കാരാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഓരോ പ്രാവശ്യവും 60 പൈസ, 1 രൂപ, കഴിഞ്ഞ പ്രാവശ്യം 1 രൂപ തന്നു. ഇത്രയും പൈസ കൂട്ടുമ്പോൾ കേരളം കൊടുക്കുന്നതിന് കുറച്ചോട്ടുണ്ട്. അപ്പം ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 1 കിലോ നെല്ലിന്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ അത് 33 രൂപ മുതൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് 36 രൂപ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് 33 എന്ന് തന്നെ വിചാരിക്കുക. ഈ സാധാരണ കർഷകരുടെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ആരും കണക്ക് നോക്കാറില്ല അല്ലേ? ജാതി കൃഷിയാണെങ്കിലും കണക്ക് നോക്കാറില്ല, ഏലമാണെങ്കിലും ഏലക്കാരൊക്കെ കണക്ക് നോക്കുന്നുണ്ട്. കണക്ക് നോക്കിയിട്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. കമ്പനി ചെയർമാൻ എസ് പത്മഭൂഷൺ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിനാൻഷ്യൽ ഡയറക്ടർ പി ആർ ശ്യാം വാർഷിക കണക്കും അവതരിപ്പിച്ചു. BIMCO ഡയറക്ടർ പി ജെ തോമസ്, KN രാജു, മുനിസിപ്പൽ കൗൺസിലർ പി ജി രാജശേഖരൻ എന്നിവർ ആശംസകൾ നേർന്നു. ഡയറക്ടർ ദിവ്യ പ്രശാന്ത് സ്വാഗതവും കമ്പനി CEO MN ബേബി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് ഭാരത് റൈസിന്റെ വിതരണവും ഔഷധവൃക്ഷ തൈ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മാധവം ബാലസദനത്തിലെ കുട്ടികളുടെയും അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ വിവിധതരം കരകൗശല കലാരൂപങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി.
സെന്റ് ജോർജ് UP സ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നവ്യ അനുഭവമായി. അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരെ അനുസ്മരിച്ചുള്ള സ്മരണാഞ്ജലിയെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം പൂർവ്വ വിദ്യാർത്ഥിയും സിവിൽ ജഡ്ജിയുമായ അരവിന്ദ് B. ഇടയോടി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോർജ് UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഒരു വട്ടം കൂടി എന്ന പേരിൽ നടത്തിയ പൂർവ്വ അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി സംഗമം നവ്യാനുഭവമായി. അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്, MT പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരെ അനുസ്മരിച്ചുള്ള സ്മരണാഞ്ജലിയെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം പൂർവ്വ വിദ്യാർത്ഥിയും സിവിൽ ജഡ്ജിയുമായ അരവിന്ദ് B. ഇടയോടി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. അതൊരുപക്ഷെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സമ്മേളനമായിട്ട് കാരണം ഈ സ്കൂളിന്റെ ആരംഭകാലം മുതൽ ഇവിടെ സേവനം ചെയ്തവരും പഠിച്ചവരുമായിട്ടുള്ള എല്ലാവരും ഇവിടെ ഒത്തുചേരുകയും 75 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അയൽക്കുകയും പഴയ സഹോദരങ്ങൾ പുതുക്കി ചെയ്തുകൊണ്ട് കൂടിയായിരിക്കുകയും അതിൽ പങ്കുചെയ്യുവാൻ സാധിക്കുന്നത് എന്നെ വലിയ അഭിമാനമാണ്, സന്തോഷം. പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, വാർഡ് മെമ്പർ ഉഷ ഗോപിനാഥ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ്, PTA പ്രസിഡന്റ് സിനോയി താന്നിക്കൽ, SSG കൺവീനർ ഫ്രാൻസിസ് കരിമ്പാനി, ജൂബിലി ജനറൽ കൺവീനർ റോയ് J. കലറങ്ങാട്ട്, മുൻ പ്രഥമ അധ്യാപകരായ സിസ്റ്റർ ആനി ഗ്രേസ്, സിസ്റ്റർ ടെയ്സി വയലിൽ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ സുബി ജോമോൻ, KL ജോസഫ്, PA വേലുക്കുട്ടൻ, ടോമി ജോസഫ് കുന്നേൽ, അഡ്വക്കേറ്റ് ജോയി തോമസ്, ഫാദർ ജേക്കബ് വെട്ടത്ത്, ഫാദർ ജോജോ മണ്ണൂർ, അഗസ്റ്റിൻ വടക്കേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. മുൻ ഹെഡ് മിസ്ട്രസുമാർ, അധ്യാപകർ, അനധ്യാപകർ, ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. സ്നേഹവിരുന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. മാണിക്യക്കടികളായി വിരാജിക്കുന്നവരാണ്. ഈ നോട്ടീസിന്റെ മുമ്പിൽ കണ്ടത് ഒരു വട്ടം കൂടിയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ONV കുറിപ്പിന്റെ ഒരു വട്ടം കൂടിയാൻ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോൾ വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വീണ്ടും വന്നെത്തുവാനും വെറുതെയല്ല ഈ മോഹങ്ങളിൽ മനസ്സിലാക്കുവാനും സാധിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഇടുക്കി ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ പൈനാവിൽ ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി MM നജീം ഉദ്ഘാടനം നിർവഹിച്ചു. KGOF ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണു പ്രകാശ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുവാനുള്ള തീരുമാനം നടപ്പിലാക്കി. പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക. ക്ഷാമബത്ത, ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക. മെഡിസെപ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജനുവരി 22-ന് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയായാണ് പൈനാവ് AATUC ഹാളിൽ വെച്ച് അധ്യാപക സർവീസ് സംഘടന സമരസമിതി ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി MM നജീം കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, സൂചിപ്പിച്ചു, ഈ 22-ാം തീയതി തന്നെ വേറൊരാള് ഒരു ത്രിവർണ്ണ നോട്ടീസുമായി നമ്മുടെ അടുത്ത് വന്നു. അവരും പറഞ്ഞു ഞങ്ങളും സമരത്തിലാണ്.
അത് നമ്മൾ മനസ്സിലാക്കുക. രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പ്രേരിത സമരമല്ല നമ്മൾ ചെയ്യുന്നത്. നിരവധി സമരങ്ങൾക്ക് ശേഷം, നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും നിരവധിയായ കൊച്ചു സമരങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വലിയൊരു സമരത്തിലേക്ക് പോകുന്നത്. ജീവനക്കാരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനങ്ങളും ഇതുപോലെ വന്നിട്ടില്ല. ഈ ത്രിവർണ്ണ നോട്ടീസുമായി വരുന്ന ആ സംഘടനകളെല്ലാം സമരം മറന്ന കാലഘട്ടമാണ്. നമ്മൾ സർക്കാർ മേൽവിലാസം അല്ലെങ്കിൽ സർക്കാർ വിലാസ സംഘടനയല്ല അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. നമ്മൾ കൊടിയുടെ നിറം നോക്കാതെ, ഭരണത്തിന്റെ മുഖം നോക്കാതെ, ജീവനക്കാരുടെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 19% DA പെൻഡിംഗ് ആകുമ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും 5000-ലധികം രൂപ പ്രതിമാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ ഒരു കണക്കൊരു പത്രമിട്ടല്ലോ, 1,34,000 രൂപയാണ് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഒരു വർഷം നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ജീവനക്കാരന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയായിരിക്കും വർഷം തോറും നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സർക്കാരിനോട് പറയുന്നു, ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികൾക്ക് ഗുണകരമായ സർക്കാരാണ്. മുൻപിരുന്ന സർക്കാരെല്ലാം കൃത്യമായി നമുക്ക് DA തന്നിട്ടുള്ള സർക്കാരാണ്. KGOF ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണു പ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രമേശ്, KGOF ജില്ലാ ട്രഷറർ അഭിജിത്ത്, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് എന്നിവർ ആശംസകൾ നേർന്നു. ജനുവരി 3 ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകുന്നതിനും 15, 16, 17 തീയതികളിൽ ജില്ലാ വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നതിനും ജില്ലയിലെമ്പാടും വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും കൺവെൻഷൻ തീരുമാനം കൈക്കൊണ്ട് ജില്ലാ കൺവെൻഷന് തുടർച്ചയായി എല്ലാ മേഖലാ തലത്തിലും സമരസമിതി കൺവെൻഷനുകൾ ചേരുന്നതിനും തീരുമാനിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ കൺവീനർ D. ബിനിൽ സ്വാഗതവും ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പൈനാവ്. അഞ്ചിരി സെന്റ് മാർട്ടിൻ ഇടവകാംഗമായ ചേറ്റായിൽ വീട്ടിൽ സുനിൽ ജോസ് സ്വന്തം ഭവനത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ശ്രദ്ധേയമായി. വാർഡ് തലത്തിൽ നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ 1ാം സമ്മാനവും കരസ്ഥമാക്കി. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു പുൽക്കൂട് നിർമ്മിച്ചത്. 2012 1001 പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് മുല്ലപ്പെരിയാർ ദുരന്തമുണ്ടായാലുള്ള ഭീകരത സൃഷ്ടിച്ചും സുനിൽ ശ്രദ്ധ നേടിയിരുന്നു. അഞ്ചിരി സെന്റ് മാർട്ടിൻ ഇടവകക്കാരനായ ചേറ്റായിൽ വീട്ടിൽ സുനിൽ ജോസ് സ്വന്തം ഭവനത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ശ്രദ്ധേയമായി. വാർഡ് തലത്തിൽ നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കി. പുൽക്കൂട് നിർമ്മാണ മത്സരങ്ങളിൽ എല്ലാ വർഷങ്ങളിലും പങ്കെടുക്കാറുള്ള സുനിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതലും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണ രീതി. 2012 കേരള തമിഴ്നാട് മുല്ലപ്പെരിയാർ പ്രശ്നം വന്നപ്പോൾ പൂമാല സ്കൂളിൽ +2 വിദ്യാർത്ഥിയായിരുന്ന സുനിൽ 1001 ഷിമ്മിക്കൂടുകൾ ഉപയോഗിച്ച് മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടായാലുള്ള ഭീകരത സൃഷ്ടിച്ചത് ശ്രദ്ധയാകർഷിച്ചു. പാചക തൊഴിലാളിയായിരുന്ന സുനിൽ ഫുട്ബോൾ, ബോക്സിംഗ്, നാടകരചന, കവിതാരചന തുടങ്ങി നിരവധി രംഗത്ത് കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ മോഡൽ ചെയ്യാനാണ് അടുത്തതായി പദ്ധതിയിടുന്നത്. എന്നാൽ അതിന് ഏതെങ്കിലും ക്ലബ്ബുകളുടെയോ സംഘടനകളുടെയോ സഹകരണം ആവശ്യമാണ്. വരും വർഷങ്ങളിൽ ആരെങ്കിലും മുൻപോട്ട് വന്നാൽ പുൽക്കൂട് നിർമ്മാണത്തിന് തയ്യാറാണെന്ന് സുനിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വന്നിരുന്ന പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KS ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് ആശംസ നേർന്നു. സമാപന ദിവസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലയന്താനി ടൗണിൽ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും നടത്തി.
കഴിഞ്ഞ 7 ദിവസമായി കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് സമാപനമായി. PTA പ്രസിഡന്റ് ജെയ്സൺ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KS ജോൺ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് ആശംസകൾ നേർന്നു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന ലക്ഷ്യത്തോടെ ദ്യുതി 2024 എന്ന് പേരിട്ടിരുന്ന ക്യാമ്പിൽ സുഹൃത കേരളം, അഗ്രി വോളണ്ടിയർ, സ്നേഹ സന്ദർശനം, ബുക്ക് ബൈൻഡിംഗ്, മൂല്യനിർണ്ണയം, സൃഷ്ടിപരതയിലൂടെ തുടങ്ങിയ പ്രവർത്തനങ്ങളും സത്യമേവ ജയതേ, സുസ്ഥിര ജീവിതശൈലി, ഡിജിറ്റൽ ലിറ്ററസി, കുട്ടികളിലെ മാനസികാരോഗ്യം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങിയ ക്ലാസുകളും നടന്നു. സമാപന ദിവസം കൂട്ടുകൂടി നാട് കാക്കാം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി വോളണ്ടിയേഴ്സ് കലയന്താനി ടൗണിൽ നടത്തിയ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കലയന്താനി. ബിസിനസ് വാർത്ത. ഗുണമേന്മയുടെ പര്യായമായി മാറുകയാണ് മലബാർ ഫുഡ്സ്. സ്വന്തം മില്ലിൽ പൊടിക്കുന്ന കറിപ്പൊടികളാണ് മലബാർ ഫുഡ്സിന്റെ പ്രത്യേകത. കാണാം മലബാർ ഫുഡ്സിന്റെ വിശേഷങ്ങൾ. മലബാർ ഫുഡ്സ് എന്നാൽ ഗുണമേന്മ എന്നാണ് അർത്ഥമെന്ന് പറയാം. അതെ, ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് മലബാർ ഫുഡ്സ് നമുക്കായി നൽകുന്നത്. തൊടുപുഴയിൽ തെനംകുന്ന് ബൈപ്പാസിലാണ് മലബാർ ഫുഡ്സിന്റെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. 4 വർഷം മുൻപ് പ്രോഗ്രസീവ് മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി എന്ന പേരിൽ 40ഓളം ഷെയർ ഹോൾഡേഴ്സുമായി കമ്പനി തുടങ്ങുമ്പോൾ ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നാട്ടുകാർക്കും മികച്ച വില കർഷകർക്കും എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന സ്പൈസസ് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് പൊടിച്ചു നൽകുന്നത്. മുളക്, മല്ലി, മഞ്ഞൾ തുടങ്ങിയ കറി പൗഡറുകൾക്കൊപ്പം അരി, ഗോതമ്പ്, റാഗി, മെയ്സ് തുടങ്ങി ധാന്യങ്ങളുടെ പൊടിയും ഏറ്റവും ശുദ്ധതയോടെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഗുണമേന്മ ഉറപ്പുവരുത്തി വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് തൊടുപുഴയിൽ തെനംകുന്ന് ബൈപ്പാസിലെ ഒരു ഔട്ട്ലെറ്റ് മാത്രം മതിയെന്ന് കമ്പനി തീരുമാനം എടുത്തത് എന്നും മാനേജ്മെന്റ് പറയുന്നു. മലബാർ ഫുഡ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. മല്ലി കഴുകി ഉണങ്ങിയതിന് ശേഷം വറുത്തതിന് ആണ് പൊടിക്കുന്നത്. ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ കാണുക. ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് മല്ലി വറുത്ത് പൊടിക്കുക എന്നുള്ളത്. ഇത് മസാല പൊടിക്കുന്നതിനുള്ള മെഷീനാണ്. അത് അരി, ഗോതമ്പ് പൊടിക്കുന്നു, അതിൽ മല്ലി പൊടിക്കുന്നു, അതിനപ്പുറത്തേതിൽ മുളക് പൊടിക്കുന്നു, അതിനപ്പുറേ മഞ്ഞൾ പൊടിക്കുന്ന മെഷീനാണ് കാണുന്നത്. എല്ലാ മല്ലിയും മുളകും മഞ്ഞളും സെപ്പറേറ്റ് മെഷീനിലാണ് ഞങ്ങൾ പൊടിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്രയറാണ് കാണുന്നത്. മല്ലിയും മുളകും കഴുകി ഉണങ്ങുന്നത് ഡ്രയറിലാണ്. അതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കുന്നതെല്ലാം അരിയുടെ പുട്ട്, ഗോതമ്പ്, റാഗി പുട്ട് അതെല്ലാം സ്റ്റീം ചെയ്ത് എടുത്ത് തണുത്തതിന് ശേഷം പൊടിച്ച് വറക്കുന്നു. സ്റ്റീമറാണ് കാണുന്നത്. ഇത് തുടങ്ങാനുള്ള കാരണം കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുവാൻ ഞങ്ങളാൽ ആവുന്നത് ചെയ്യുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരുടെ ഭൂമി ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ധാരാളം ഭൂമി. അത്തരത്തിലുള്ള ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്ത് അവർക്ക് പകുതി ആദായം ആ ഉടമസ്ഥന് തന്നെ കൊടുത്തുകൊണ്ട് 10 വർഷത്തെ ഒരു കരാർ എഴുതിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പ്രധാനമായും റംബുട്ടാൻ കൃഷിയാണ് ചെയ്യുക.
അതോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ ചിന്ത വന്നത് ആരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത്. ഏറ്റവും ഗുണമേന്മയുള്ള ഗോതമ്പ്, അരി, റാഗി ഇവയാണ് ഇവിടെ പൊടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മാലിന്യങ്ങളെല്ലാം നീക്കി പൊടിച്ച് വറുത്താണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള മല്ലി, മുളക്, മഞ്ഞൾ ഇതെല്ലാം ഈ മഞ്ഞളൊക്കെ കൃഷിക്കാരിൽ നിന്ന് മാക്സിമം ഞങ്ങൾ എടുക്കുകയും കിട്ടുന്ന അത്രയും മഞ്ഞൾ ഞങ്ങൾ കൃഷിക്കാരിൽ നിന്ന് എടുത്ത് അത് ഇവിടെ വീണ്ടും ഒന്നുകൂടി കഴുകിയതിന് ശേഷമാണ് ഉണങ്ങി പൊടിച്ച് കൊടുക്കുന്നത്. കാരണം അതിനകത്ത് മണ്ണിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് വീണ്ടും മഞ്ഞൾ ഒന്നുകൂടി കഴുകിയെടുക്കുന്നതിനുള്ള കാരണം. അങ്ങനെ ഏറ്റവും ആരോഗ്യകരമായ കറി പൗഡറുകളും ധാന്യപ്പൊടികളും ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്ത് ഇതിന് മറ്റ് ഔട്ട്ലെറ്റുകൾ ഒരിടത്തുമില്ല. കാരണം അത് നമുക്ക് ഗുണമേന്മ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ബൾക്ക് പ്രൊഡക്ഷൻ വരുമ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ മാത്രമേ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളൂ. അങ്ങനെ ആരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ ആളുകളിൽ എത്തിക്കുന്നതിലൂടെ ആളുകളുടെ ആരോഗ്യം പരിരക്ഷിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, ആ ഒരു മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് ഇത് തുടങ്ങാൻ പ്രചോദനമായിരിക്കുന്നത്. മല്ലിക്കും മുളകിനും മഞ്ഞളിനും ധാന്യങ്ങൾക്കും പ്രത്യേകം മെഷീൻ സൗകര്യവും സ്റ്റീമറും ഡ്രയറും പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. മല്ലി കഴുകി ഉണക്കി വറുത്തതിന് ശേഷമാണ് പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി കൂടുതൽ കാലം ഉപയോഗിക്കുവാൻ കഴിയും. പുട്ടുപൊടികളും കറിപ്പൊടികളും മസാലപ്പൊടികളും കൂടാതെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ മിക്സ്ചർ, പക്കാവട, വാഴയ്ക്ക ചിപ്സ്, ചക്ക ചിപ്സ് തുടങ്ങിയവയും മലബാർ ഫുഡ്സ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം മറയൂർ ശർക്കര, നാടൻ തേൻ, കാട്ടുതേൻ, ബനാന പൗഡർ, മറാക്കിയുടെ ജ്യൂസ്, ഡീഹൈഡ്രേറ്റ് ചെയ്ത വെളിച്ചെണ്ണ, ഡീഹൈഡ്രേറ്റ് ചെയ്ത ചക്ക, ഗുണമേന്മയുള്ള നട്ട്സ്, പ്രിസർവേറ്റീവ് ചേർക്കാത്ത ഹോംമെയ്ഡ് അച്ചാർ, ബ്ലൂ ടീ തുടങ്ങിയവയും മലബാർ ഫുഡ്സിന്റെ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം റൂട്ടിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന സഫാരി ജീപ്പുകൾ മൂലം തകർന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളുമായി എത്തിയ ജീപ്പുകൾ തടഞ്ഞു. സഫാരി ജീപ്പ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിലാണ് ജീപ്പുകൾ കടത്തിവിട്ടത്. വിനോദസഞ്ചാര കേന്ദ്രമായ വണ്ടിപ്പെരിയാർ സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി വള്ളക്കടവ് വഴിയെത്തുന്ന സഫാരി ജീപ്പുകൾ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർത്തുവെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതുവഴിയെത്തിയ സഫാരി ജീപ്പുകൾ തടഞ്ഞത്. நான் சொல்றது அவ்வளவுதான் சொல்லுவேன். பின்ன உங்க இஷ்டம் போல செய்யுங்க, உங்க இஷ்டம் போல செய்யுங்க. ஒரு விஷயம் இந்த விஷயம் நாங்க ஏற்கனவே உங்ககிட்ட 10 தடவை சொல்லிருக்கேன், இல்லன்னு சொல்லல. அப்ப நீங்க சொன்னவன நாங்க நிப்பாட்ட முடியாது. இப்ப நீங்க நிப்பாட்ட வேண்டாம் நான் சொல்லல. ஏசிபி போதும்ல, பிறகு ஏசிபி இருக்கு, அதுக்கு பைசா அவங்க முடக்கட்டும், நீங்க முடக்கணும், நீங்க முடக்க போறீங்க, அவங்க முடக்கட்டும். அப்படி நாளைக்கு அந்த ஒரு தீர்மாനം என்னைக்குன்னு சொல்லி இன்னைக்கு എടുക്കണം. അപ്പൊ നാളെയിലേക്ക് ഇതുവഴി വിനോദസഞ്ചാരികളുമായി എത്തുന്ന സഫാരി ജീപ്പുകൾ ഓഫ് റോഡ് രീതിയിൽ വാഹനം ഓടിക്കുന്നതാണ് റോഡ് തകരുവാൻ കാരണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കൂടാതെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുട്ടികൾ അടക്കമുള്ള പ്രദേശവാസികൾക്ക് ജീവന് തന്നെ ഭീഷണിയാവുന്നതായും ഈ രീതിയിൽ സവാരി നടത്തി തകർന്ന റോഡ് നിർമ്മിച്ചു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ റോഡ് പോയിട്ട് കുറേ നാളുകളാവുന്നു. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ വണ്ടിക്കാരോട് ഞാൻ പറയാറുണ്ട്, കൈ കാണിച്ച് പറയാറുണ്ട് ഈ റോഡ് നന്നാക്കി തരണമെന്ന്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ഓവർ സ്പീഡുമാണ്, ഒരു ഓണടിയോ ഒന്നുമില്ലാതെ ധാരാളം വണ്ടിയിൽ വരുന്നു. ഇവിടെ അനേക കുഞ്ഞുങ്ങൾ സ്ത്രീകളുണ്ട്. നേരത്തെ ഒരു ഓട്ടോ വിളിച്ചാൽ
50 രൂപയ്ക്ക് ഒരു ഓട്ടോ വരും. ഇന്നിപ്പോൾ 250 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ പോലും വള്ളക്കടവിൽ നിന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് കയറി വരുന്നില്ല. അങ്ങനെ ഈ റോഡ് വളരെ തകർന്നു കിടക്കുകയാണ്. അതുമൂലം ഇവിടെയുള്ള ഒരു ചർച്ച ഉണ്ട്. അതുപോലെ മറ്റ് ധാരാളം പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇന്ന് റോഡ് ഇങ്ങനെ ഉപരോധിക്കാനുള്ള കാരണം. അടിയന്തരമായിട്ട് റോഡ് നന്നാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഫാരി ജീപ്പുകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞതോടെ പ്രദേശത്തെ പ്രമുഖരും സ്ഥലത്തെത്തി. തുടർന്ന് കുമളിയിലെ സഫാരി ജീപ്പ് ഡ്രൈവേഴ്സ് സംയുക്ത യൂണിയൻ ഭാരവാഹികളായ ഷാജി, സിറിൽ, നസീർ എന്നിവർ സ്ഥലത്തെത്തുകയും ലോക്കൽ സെക്രട്ടറി MB ബാലൻ, സാംകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ ജീപ്പുകൾ സത്രത്തിലേക്ക് കടത്തിവിട്ടു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. തേനി പെരിയകുളത്ത് മിനി ബസും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. കാറിലുണ്ടായിരുന്ന കുറുവിലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ കാഞ്ഞിരത്തിങ്കൽ, ജോബീഷ് തോമസ് അമ്പലത്തിങ്കൽ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ച 18 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ് റോഡിൽ തലകീഴായി മറിയുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അന്ത്യോപചാരം അർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തി. 23ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. PR മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഇടുക്കി ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ പൈനാവിൽ ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി MM നജീം ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചരി സെന്റ് മാർട്ടിൻ ഇടവക അംഗമായ ചേറ്റായിൽ വീട്ടിൽ സുനിൽ ജോസ് സ്വന്തം ഭവനത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ശ്രദ്ധേയമായി. വാർഡ് തലത്തിൽ നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ 1ാം സമ്മാനവും കരസ്ഥമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.